അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങൾക്കൊന്നും തന്നെ ഇറാന്റെ ആയുധങ്ങളുമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലേ എന്ന ചോദ്യങ്ങളടക്കം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിരവധിയായി തന്നെ ഉയർന്നു കേട്ടിരുന്നു. കാരണം യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ US യുദ്ധവിമാനമായ അതായത് ഫൈറ്റർ ജെറ്റായ F-35 വെടിവെച്ചിട്ടു ഇറാൻ അത് തകർത്ത് തരിപ്പണമാക്കി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പിന്നീട് F-15 യുദ്ധവിമാനം തകർന്നു വീഴുകയും അതിൽ ഉള്ളിലേക്ക് ഒരു പൈലറ്റ് അതിൽ ഉണ്ടായിരുന്നതായും അദ്ദേഹത്തെ കാണാതെ പോയ സംഭവങ്ങളടക്കം ഇവിടെ നമ്മൾ വലിയ രീതിയിൽ റിപ്പോർട്ടുകൾ ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നീട് പൈലറ്റിനെ ഇറാന്റെ കൈകളിൽ പോലും ലഭിക്കാതെ തന്നെ അമേരിക്ക സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുകയും എന്നാൽ ഇതെല്ലാം മുൻനിർത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്നതാണ് വാസ്തവം. മാത്രമല്ല വരുന്ന വാർത്തകൾ പ്രകാരം ഇറാനുമായുള്ള യുദ്ധത്തിനിടയിൽ പേർഷ്യൻ ഗൾഫിൽ വെച്ച് അമേരിക്കയുടെ അത്യാധുനികവും അതുപോലെ തന്നെ വിലയേറിയതുമായ നിരീക്ഷണ ഡ്രോൺ ആവട്ടെ അതായത് MQ-4C സ്ട്രൈനൽ അത് തകർന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. 2 F-35 യുദ്ധവിമാനങ്ങളെക്കാൾ വിലയേറിയ ഡ്രോൺ ആണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഏകദേശം 200 മുതൽ 240 ദശലക്ഷം ഡോളറാണ് ഇതിന്റെ നിർമ്മാണ ചിലവായി തന്നെ പറയുന്നത്. ഏപ്രിൽ 9 ഹോർമൂസ് കടലിൽ വെച്ച് ട്രൈനൽ ആകട്ടെ കാണാതാകുകയും ഈ മേഖലയിൽ വെച്ചൊരു അടിയന്തര സിഗ്നൽ അയച്ചതിന് പിന്നാലെയാണ് ഡ്രോൺ നഷ്ടമായിരിക്കുന്നത്. ഡ്രോൺ ഹോർമൂസ് മേഖലയിൽ വെച്ച് തകർന്നതായി തന്നെ അമേരിക്കൻ നേവൽ കമാൻഡ് സ്ഥിരീകരണം നൽകുകയും ചെയ്തു. മാത്രമല്ല ഉയർന്ന ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാന ഡ്രോണാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട് 2.5 മില്യൺ ഡോളറിന് മുകളിൽ വരുന്ന നാശനഷ്ടങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നതായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ്. ക്ലാസ് A മിഷാപ്പ് എന്ന വിഭാഗത്തിലാണ് ഈ ഒരു ഡ്രോൺ ഉൾപ്പെടുന്നത്. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള നഷ്ടവും സമാന വിഭാഗത്തിലേക്കാണ് അമേരിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്നത്. MQ-4C ഡ്രോൺ ഇറാനിയൻ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടതായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം. എന്നാൽ ഡ്രോൺ തകർന്നു വീണ് എന്നതാണ് ഇന്നലെ US നേവി കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഡ്രോൺ തകർന്നുവെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും മാത്രമാണ് ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഇതുവരെയും US തയ്യാറായിട്ടില്ല എന്നതാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.